കളഞ്ഞു. സന്തോഷായില്ലേ? ഞാൻ പ്രത്യേകം പറഞ്ഞാണ് വരരുതെന്ന്. പാർട്ടി സുഖമായിട്ട് മുതലെടുക്കാണ്, അതറിയുന്നില്ല. ഞാനൊരു പാർട്ടി പ്രവർത്തകനാണ്, ഒരു ഭർത്താവുമാണ്. പാർട്ടി പോകാൻ പറഞ്ഞാൽ പോകാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. ഭാര്യയെ പോകണ്ടെന്ന് പറഞ്ഞാൽ പോകാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോഴാണ് രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാവുന്നത്. പോയേ പറ്റൂ, പോയി. ഞാൻ എന്താ പറഞ്ഞത്? ഇവർ അധ്യാപകരാണോ? ആണോ എന്ന് ചോദിച്ചാൽ ആണ്. ഇവർ ചെയ്യുന്ന ന്യായമാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ അവരെന്തിന് സമരം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവിടെ ഇവിടെയും തൊടാതെ ഒരു കളി. അതാണ് എന്റെ ഒരു നയം. ഓ, അപ്പൊ പാർട്ടി പറഞ്ഞാൽ എന്തും കേൾക്കുമല്ലേ? അപ്പൊ ഒരു ഭാര്യ എന്ന നിലയിൽ എനിക്ക് സുഖമായിട്ടിന്റെ അടുത്ത് ഒരു അവകാശമില്ലേ? അതുകൊള്ള, ഇത് നല്ല ചോദ്യം. അവകാശം ഇല്ലേന്ന് നിനക്കേ ഉള്ളൂ. എന്താ വേണ്ടേ? ഞാനൊരു കാര്യം ചോദിച്ചാ സാധിച്ചു തരാമോ? എന്തും സാധിച്ചു തരും. ആ, അങ്ങനെയാണെങ്കിൽ ഒരാൾക്കൊരു ട്രാൻസ്ഫർ ഒന്ന് ശരിയാക്കണം. ആളാരാ? അതെന്റെ ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരാൾക്കാ. അത് നോംസ് നോക്കണം, പ്രശ്നമില്ല. സ്പെഷ്യൽ ഓർഡർ വാങ്ങിക്കാം. എങ്ങോട്ടാ ട്രാൻസ്ഫർ വേണ്ടത്? അത് തിരുവനന്തപുരം വിട്ട് എങ്ങോട്ടെങ്കിലും. അത് ശരി. അങ്ങോട്ട് പോയാൽ അവർക്ക് തലയ്ക്ക് വെളി കിട്ടുമെന്നാ പറയുന്നത്. എന്നാ തീർച്ചയായിട്ടും പോണം. തലയ്ക്ക് സ്ഥിരതയാണല്ലോ നമുക്ക് ആവശ്യം. എനിക്ക് എത്ര സമയം തരും? 1 മാസത്തിനകം. ശരിയായിട്ടിരിക്കുന്നു. ആളുടെ പേര് പറ. മിസ്സിസ് വത്സല സുകുമാരൻ. ഓക്കെ. അയ്യേ, മിസ്സിസ് വത്സല സുകുമാരൻ മമ്മിയല്ലേ? പറഞ്ഞ പോലെ നീയല്ലേ? അതെ, എനിക്കാ ട്രാൻസ്ഫർ. തിരുവനന്തപുരം വിട്ടു പോണോ? അതെ. നിനക്ക് അതുകൊണ്ട് തലയ്ക്ക് വെളിവ് കിട്ടുമെങ്കിൽ ഞാൻ ശ്രമിക്കാം. സുഖമായിട്ടും തിരുവനന്തപുരം വിടണം. ഇവിടെ കിടന്ന ആ പ്ലഗുകൾ മുഴുവൻ കൊണ്ട് നടക്കും. എനിക്ക് കിട്ടില്ല. നമുക്ക് എവിടെയെങ്കിലും പോയി സ്വസ്ഥമായി ജീവിക്കാം. 1 മാസത്തിനാവുമല്ലേ? വല്ല സ്പെഷ്യൽ ഓർഡർ ഒപ്പിക്കാൻ പറ്റുമെന്ന് നോക്കാം. അല്ലടാ മോനെ? ഓക്കെ ഓക്കെ. കേട്ടോ ചേച്ചി, പീസ് നീലകണ്ഠനകത്ത് കുടഞ്ഞോണ്ടിരിക്കുക. എന്ത് കുടഞ്ഞാലെന്താ? ഇപ്പൊ അയാളുടെ സമയല്ലേ? അല്ല, രാഷ്ട്രീയത്തിലെല്ലാം അത്രേ ഉള്ളൂ. വെറുതെ തുണ്ടൻ തുണ്ടൻ തുണി വെട്ടിക്കൊണ്ടിരുന്ന ടൈലർ നീലാണ്ടനല്ലേ ഇപ്പൊ പാർട്ടിയുടെ ഏക മന്ത്രി. ഇക്കാര്യത്തിൽ പാർട്ടി കണ്ണടച്ചൊരു തീരുമാനം എടുക്കരുത്. കഴിഞ്ഞ 25 വർഷക്കാലമായി ഞാൻ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ആളാ. ഞാൻ വ്യവസായ മന്ത്രി ആയതിനു ശേഷം ഞാൻ പാർട്ടിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു എന്ന് നിങ്ങൾക്കറിയാം. ഇപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് ഞാൻ അഴിമതി കാണിച്ചു എന്ന് പറഞ്ഞ ഞാൻ സമ്മതിക്കൂല. ഞങ്ങളല്ല നീലേട്ടാ, ഇവിടുത്തെ പത്രങ്ങളാ. പത്രക്കാർക്ക് എന്തു എഴുതാം? ഇത്രയും പത്രങ്ങൾ ഒരുമിച്ച് മന്ത്രി അഴിമതിക്കാരനാണെന്ന് പറയുമ്പോ പാർട്ടിക്ക് വെറുതെ നോക്കിയിരിക്കാൻ ഒക്കൂ? നിങ്ങളെ മന്ത്രിമന്ദിരത്തിലിരിക്കുക, റോഡിലിറങ്ങി നടക്കുന്നത് ഞങ്ങളാ. ജനങ്ങൾ ഞങ്ങളോടാ ചോദിക്കുന്നത്. അങ്ങനെ ഞാൻ അഴിമതി കാണിച്ചെങ്കിൽ ഒരു പീസ് പറ. പീസോ? ഒരു കട്ട് പീസ് പറ. നമ്മളിപ്പോ തൽക്കാലം ചിന്തിക്കേണ്ടത് മിസ്റ്റർ നീലകണ്ഠനെ കൊണ്ട് പാർട്ടിക്കുണ്ടായിട്ടുള്ള ചീത്തപ്പേര് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതിനെ പറ്റി. അതത്ര എളുപ്പമുള്ള പണിയല്ല. അത്രത്തോളം ആരോപണങ്ങളുണ്ട്. തൽക്കാലം ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുക, അതാണ് ആവശ്യം. അതിനെന്ത് ചെയ്യണം? ഒന്നുകിൽ ഒരു ഭൂമി ഉലുക്കം ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടൽ, അതുമല്ലെങ്കിൽ കുറെ എണ്ണത്തിനെ വെടിവെച്ചങ്ങ് കൊല്ലണം. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ മിനിമം ഒരു സമരമെങ്കിലും കൃത്രിമമായിട്ട് അങ്ങ് ഉണ്ടാകണം. അല്ല, അതുകൊണ്ടൊന്ന് പ്രസക്തി. അങ്ങനെ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാം. അതൊരു നല്ല പീസാ. താനൊന്നും ഇവിടെ അറിയുക. ഈ കൂട്ടുമന്ത്രിസഭയിൽ നമുക്ക് ആകെയുള്ളൊരു മന്ത്രി നീലാണ്ടന. ആഭ്യന്തരമന്ത്രി കുഞ്ഞിക്കണ്ണൻ ആദ്യം മുതലേ നമ്മുടെ മന്ത്രിക്കെതിരാ. എനിക്കെതിരെ പത്രക്കാരെ ഇളക്കി വിട്ടത് ലവന്റെ ഒരു പീസാ. നീലകണ്ഠൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ആഭ്യന്തരമന്ത്രിക്കെതിരെ ക്രമസമാധാന നില വഷളായി എന്ന കാരണം പറഞ്ഞുകൊണ്ട് നമ്മൾ സമരം ചെയ്യും. അതായത് ഭരണത്തോടൊപ്പം സമരവും. അങ്ങനെ നമ്മുടെ പാർട്ടിയുടെ പ്രതിച്ഛായ വളർത്തിയെടുക്കുന്നു. ഇതാര് സംഘടിപ്പിക്കും? എല്ലാ സമരത്തിനും ചുക്കാൻ പിടിക്കുന്ന ചാക്കോച്ചനാണല്ലോ. ഇതും ചാക്കോച്ചൻ തന്നെ ചെയ്താൽ മതി. അത് ഒരു 100 വട്ടം സമരം ചെയ്യാനും എനിക്ക് സന്തോഷമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പക്ഷേ അടുത്ത 10-ാം തീയതി എന്റെ വൈഫിന് ഒരു മേജർ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിരിക്കുക. ആ സമയത്ത് ഞാനവിടെ ഇല്ലെങ്കിൽ. അങ്ങനെയാണെങ്കിൽ സദാശിവൻ അതങ്ങ് ഏറ്റെടുക്ക്. അയ്യോ, അത് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. അടുത്ത മാസം 12-ാം തീയതി എന്റെ ഒരു അനന്തരവളുടെ കല്യാണമാണ്. അച്ഛനില്ലാത്തത് കൊണ്ട് ഞാൻ നിന്ന് വേണോ അത് നടത്താൻ. അതിനിടയിൽ അത് നമുക്ക് PS ഏൽപ്പിച്ചാലോ? അത് കൊള്ളാം. ശരിയാണ്. എല്ലാ കാര്യങ്ങളും PS തന്നെ നോക്കിക്കൊള്ളും. നമ്മളൊന്നും അറിയണ്ട. PS സാറിനെ മുകളിൽ വിളിക്കുന്നു. മാറി നിന്ന് കേട്ടേ. 25 വർഷക്കാലമായിട്ട് വലിച്ചോണ്ടിരിക്കായിരുന്നു എനിക്കറിയാം. യുവജന നേതാവ് വരുന്നുണ്ട്. PS, നാട്ടിൽ വഷളായിക്കൊണ്ടിരിക്കുന്ന ക്രമസമാധാന നിലയ്ക്കെതിരെ വരുന്ന 16-ാം തീയതി മുതൽ
സംസ്ഥാന വ്യാപകമായ സമരം നടത്താനാണ് പാർട്ടിയുടെ തീരുമാനം. അതായത് എല്ലാ കലക്ടറേറ്റുകളും പിക്കറ്റ് ചെയ്യുക, ഇവിടെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ മാർച്ച് നടത്തുക. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം PS-നെ ഏൽപ്പിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. അതിന്റെ മുന്നോടിയായി സംസ്ഥാന വ്യാപകമായി സഞ്ചരിച്ച് നമ്മുടെ എല്ലാ യൂണിറ്റുകളുമായി ബന്ധപ്പെട്ട് അപ്പൊ ഞങ്ങളെ വിവരം അറിയിക്കണം. എന്തു പറയുന്നു? പാർട്ടി പറയുന്ന പോലെ PS മിനിസ്റ്ററോട് പറഞ്ഞ കാര്യം നടക്കും. പക്ഷേ PS ആളൊരു പ്രത്യേക ടൈപ്പാ. വേണേ നമുക്ക് എന്തെങ്കിലും മുടക്കാം. ഏയ് അങ്ങനെ നേരിട്ടൊന്നും വാങ്ങൂല. പിന്നെ PS-ന് കാശിന് സ്വല്പം ബുദ്ധിമുട്ടുള്ള സമയമാണ്. ഏതായാലും നമുക്ക് ഒരുമിച്ച് നിന്ന് അദ്ദേഹത്തെ കാണാം. സംസാരത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും കോളർ ഇതേ ഇങ്ങനെ പിടിച്ച് വലിച്ചാൽ കാശ് എളുപ്പം റെഡിയായിക്കോ, ബാക്കി കാര്യം ഞാൻ ഏറ്റുന്ന അർത്ഥം. അതാ പുള്ളിയുടെ കോഡ്. സുഖേട്ടന്റെ ഇതുവരെയുള്ള രാഷ്ട്രീയ ജീവിതത്തിലെ ആകെ സമ്പാദ്യം ഇതാ. 4 അണയ്ക്ക് പ്രയോജനമില്ലാത്ത കുറെ യാത്രകളും യാത്രക്കിടയിൽ വാങ്ങിച്ചു കൂട്ടുന്ന കുറെ ബ്രഷും പേസ്റ്റും. പക്ഷെ ഒന്ന് വിട്ടുപോയി. എന്റെ വാവക്കുട്ടി, എന്റെ രാഷ്ട്രീയ പ്രസംഗത്തിന്റെ മാസ്മര ശക്തിയിൽ എനിക്ക് കിട്ടിയ എന്റെ ജീവിതസഖി. വന്നിട്ടുണ്ട് ഏതോ പ്ലഗ്. ചെല്ല് ചെല്ല്. താഴെ ഇറങ്ങിക്ക്. കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കുന്നൊന്നും PS-ന് ഇഷ്ടമല്ല. നമസ്കാരം PS. ഇതാണ് ഞാൻ പറഞ്ഞ ആള്. എനിക്ക് താല്പര്യം തോന്നാൻ കാരണം വേറൊന്നുമല്ല. ഇയാളുടെ പെങ്ങള് കാസർഗോഡും അവരുടെ ഹസ്ബൻഡ് ചേർത്തലയിലുമാണ്. പിള്ളേരുടെ പഠിത്തം ആകെ കുഴഞ്ഞിരിക്കുകയാണ്. ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ട്രാൻസ്ഫർ ഒപ്പിച്ചാ നമ്മളെ കൊണ്ടൊരു കുടുംബം രക്ഷപ്പെടുന്നേ രക്ഷപ്പെട്ടോട്ടെ. PS മിനിസ്റ്ററോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഷുവറായിട്ട് നടക്കും. ശരി, ഞാൻ നോക്കട്ടെ. എന്നാ സമയം മെനക്കെടുത്തുന്നില്ല. കണ്ണൂർ പോവല്ലേ? വന്നിട്ട് കാണാം. കോളറി പിടിച്ച പിടുത്തം കണ്ട, അതാണ് കുരുടാമണി ശശിയുടെ കഴിവ്. എന്താ സുഖേട്ട ഇങ്ങനെ കറങ്ങി നിൽക്കുന്നത്? കണ്ണൂര് പോകുന്നില്ലേ? പാർട്ടി കണ്ണൂർ പോകാൻ പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പോകാൻ പറ്റുമോ? നീ നിന്റെ നയം വ്യക്തമാക്കുന്നില്ലല്ലോ. എന്റെ സുഖേട്ട, ഇത്തവണ എന്റെ കാശില്ല. അല്ല, ഞാൻ അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക. പാർട്ടി കാര്യത്തിന് വേണ്ടിയല്ലേ പോകുന്നത്? അപ്പൊ അവരല്ലേ കാശ് തരേണ്ടത്? എന്നാലും നിന്റെ സുഖേട്ടൻ്റെ മിനിമം ഒരു 500 മണീസെങ്കിലും ഒരു യാത്ര പോകുമ്പോ വേണ്ടേ? അതിരിക്കട്ടെ. കഴിഞ്ഞ മാസം പാലക്കാട്ട് പോകുമ്പോ 200 രൂപ വാങ്ങിച്ച ഓർമ്മയുണ്ടോ? ഉണ്ട്. പിന്നെ മട്ടാഞ്ചേരി പോകുമ്പോ ഒരു 100 രൂപ. അത് വാവ മറന്നുപോയി. ഞാനൊന്നും നിഷേധിക്കുന്നില്ല. ഇതെല്ലാം കൂടെ ഒരു ദിവസം ഞാനങ്ങ് തിരിച്ചു തരും. അതെ അതെ. അന്ന് പാർട്ടിയുടെ ആവശ്യത്തിന് വേണ്ടി ഭൂപണയ ബാങ്കിൽ നിന്ന് എന്റെ വസ്തു പണയം വെച്ച് 10,000 രൂപ വാങ്ങിച്ചില്ലേ? അതിന്റെ ഏർപ്പാടെന്തായി? അതിന്റെ ഏർപ്പാടായിക്കൊണ്ടിരിക്കുകയാണ്. ദേ, അച്ഛൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. അതെല്ലാം ശരിയാവും. തൽക്കാലം സുഖേട്ടൻ എങ്ങനെ കണ്ണൂർ പോവും? അതിനിപ്പോ ഒറ്റ മാർഗേ ഉള്ളൂ. എന്താ? ദേ, ഇതങ്ങ് ഊരിത്തരാം. പണയം വെച്ചോളൂ, എടുത്തു തന്നാ മതി. അതെന്നെ എന്റെ വാവ ഒരു പ്രതിസന്ധിയിലാക്കിയതാണല്ലോ. എന്ത് പ്രതിസന്ധി? അതായത് ബാങ്കിൽ പോയി ഞാൻ പണയം വെക്കാന്ന് വെച്ചാൽ ഭാവിയിൽ ഒരു മന്ത്രിപദം അലങ്കരിക്കേണ്ട എന്റെ പ്രതിച്ഛായ. ഓ, അപ്പൊ മന്ത്രിയുടെ ഭാര്യയ്ക്ക് പ്രതിച്ഛായ പ്രശ്നമൊന്നും അല്ലല്ലോ അല്ലേ? എന്നൊരു കാര്യം ചെയ്യാം. ഞാൻ കോളേജിൽ പോയി മുഖം കാണിച്ചിട്ട് ബാങ്കിൽ പോയി പണയം വെച്ച് കാശും വാങ്ങി സ്റ്റേഷനിൽ വരാം. അത് ന്യായം. അതിനു മുമ്പ് ഞാൻ തൈക്കാട് ഒരു ചെറിയ തീപ്പൊരി പ്രസംഗം നടത്തി സ്റ്റേഷൻ വന്നേക്കാം. ഓക്കെ? ഞാൻ ചോദിക്കുകയാണ്, ഇതെന്ത് സാമൂഹ്യ നീതിയാണ്? സ്വാശ്രയശീലം നമ്മുടെ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടു പോയോ? എന്തിനും ഔചിത്യബോധമില്ലാതെ മറ്റുള്ളവരെ ആശ്രയിക്കുന്ന പ്രവണത നാം അപലപിക്കേണ്ടിയിരിക്കുന്നു. പുറം രാജ്യങ്ങളിലെ കാര്യങ്ങൾ തന്നെ നോക്കാം. ഉദാഹരണത്തിന് അമേരിക്കയുടെ കാര്യം തന്നെ എടുക്കാം. അവിടെ 5 വയസ്സായ കുട്ടികൾ പോലും സ്വന്തമായി ജോലി ചെയ്ത് കാശുണ്ടാക്കുന്നു. നിങ്ങളിൽ ഭൂരിഭാഗം പേരും ചെറുപ്പക്കാരാണ്. സ്വാശ്രയശീലം ഇപ്പൊ തന്നെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കിയില്ലെങ്കിൽ നാളെ നിങ്ങളൊരു കുടുംബമായി ജീവിക്കേണ്ടി വരുമ്പോൾ അമ്പേ പരാജയപ്പെട്ടു പോകും. എന്താ ഇത്ര താമസം? കാശിവിടെ ഡയറിയിലുണ്ട്. ഞാൻ പറഞ്ഞത്ര ഉണ്ടോ? ഉണ്ടെന്ന്. അപ്പൊ ഞാൻ പോട്ടെ. പിന്നൊരു കാര്യം, എന്ന് തിരിച്ചു വരും? ഞാൻ ശനിയാഴ്ച വരും. അന്നേന് വരണേ. എന്താ കാര്യം അറിയാലോ? എന്താ? ഞായറാഴ്ച എന്റെ പിറന്നാളാ. വരാതിരിക്കരുത്, മറക്കരുത് കേട്ടോ. ഓക്കെ. ഓക്കെ.
ഒരാഴ്ചക്കകം കാസർഗോട്ടുള്ള പെങ്ങളും ചേർത്തലയുള്ള അളിയനും ഒന്നിക്കും. പോരെ? ഒരു ചായ എടുക്കാൻ പറഞ്ഞിട്ട് എത്ര നേരമായി? ശബ്ദത്തിന് എന്താ ഇത്ര കനം? ചായ തരാം, ആദ്യം കാശെടുക്ക. ഏത് കാശ്? ഏത് കാശോ? ഓ, എന്നെ കെട്ടാൻ നേരത്ത് എന്തൊരു പുജ്ഞമായിരുന്നു. ഇതിനും കൂടെ പൊന്നു വാങ്ങിച്ചാ എവിടെ കൊണ്ട് ഇടുവടി? എനിക്കറിയാം എന്റെ മരുമോൾ ഇന്ന് വരുമെന്ന്. ആ എനിക്കറിയാം എന്റെ അമ്മായിയമ്മ ഇന്ന് തന്നെ പ്രതീക്ഷിക്കുമെന്ന്. സുഖേട്ടൻ കണ്ണൂരിൽ പോയിരിക്കുക, 2 ദിവസം കഴിഞ്ഞേ വരൂ. അപ്പോഴല്ലേ എനിക്കിങ്ങോട്ട് വരാൻ പറ്റൂ. അല്ലെങ്കിൽ അമ്മ അവിടെ വന്ന് താമസിക്കണം. അത് അമ്മ ചെയ്യുകയില്ല. ആ അതിരിക്കട്ടെ. കൊച്ചവൻ എങ്ങനെ ഇരിക്കുന്നു? അയ്യോ ഒന്നും പറയണ്ട. അവന്റെ വാശി മഴക്കും ഒരു ഭാഗത്ത്, സുഖേട്ടന്റെ നയവും രാഷ്ട്രീയവും വേറൊരു ഭാഗത്ത്. ഇതിനിടെ കിടന്ന് ഞാൻ ഞെരുങ്ങുക. അത് കൊള്ളാം. അമ്മ എത്ര ഞെരുങ്ങിയതാ മോളെ. ഒരു രാഷ്ട്രീയക്കാരന്റെ ഭാര്യയാവുമ്പോ ക്ഷമയും സഹനശക്തി ആവശ്യമാണ്. സുഹുവിന്റെ അച്ഛൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുമ്പം കുറഞ്ഞത് ഒരു 5 നേതാക്കന്മാരെങ്കിലും കൂടെ കാണും. എത്ര വെച്ച് വിളമ്പിയതാ. ആ നീ വാ. അയ്യോ വേണ്ടമേ, എനിക്ക് ഉടനെ പോണം. ആ പിന്നെന്തിനാ നീ ഇത്ര അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് വന്നത്? ഞാൻ കുറച്ച് കാശ് അമ്മയ്ക്ക് തരാനാ വന്നത്. സുഖേട്ടൻ പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയതാ. അതിന് ഞാൻ കാശൊന്നും ചോദിച്ചില്ലല്ലോ. ചോദിക്കാതെയും ഞങ്ങൾക്ക് തരാമല്ലോ. നീ ഇങ്ങോട്ട് വാ, ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ചിട്ട് വാ. വാ. ഞാൻ ചോദിക്കുകയാണ്, എന്നെ മമ്മിയാണോ കുളിപ്പിക്കുന്നത് അതോ പപ്പയാണോ കുളിപ്പിക്കുന്നത്? മോനെ, പപ്പ ഇന്നലെ രാത്രി വളരെ വൈകിയ വന്നത്. ഉറക്കത്തിൽ ശല്യപ്പെടുത്തിയ ദേഷ്യപ്പെടും, പറഞ്ഞേക്കാം. മമ്മി നയം വ്യക്തമാക്കണം. എന്താ? സാറ് വരാൻ പറഞ്ഞിരുന്നു. അയ്യോ ഉറങ്ങാണല്ലോ. ഇന്നലെ കണ്ണൂരിൽ നിന്ന് വന്നപ്പോ വളരെ താമസിച്ചു. എന്താ കാര്യം? സാറാ ഇന്ന് വരാൻ പറഞ്ഞത്. എനിക്ക് ഉടനെ കൊല്ലത്തേക്ക് പോവുകയും വേണം. എന്നാ ഇരിക്കൂ. സുഖേട്ടാ, സുഖേട്ടാ, ദേ ഒരാള് കാണാൻ വന്നിരിക്കുന്നു. ഓ, സുഖേട്ടാ. ആളാരാന്ന് പറ. ഓ, പേര് നക്ഷത്രമുള്ള ആരെവിടെ കാണാൻ വരാറുള്ളത്? ചിലപ്പോ അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കും. അമേരിക്കൻ പ്രസിഡന്റ്? നമസ്കാരം സാർ. ആ നമസ്കാരം. ആ പന്തലിന്റെ കാശ് എവിടെ ആയിരുന്നു ഇതുവരെ? ഞാനിനി അന്വേഷിക്കാത്ത സ്ഥലമില്ല. ഇതൊക്കെ അപ്പൊ ഒന്ന് വാങ്ങിച്ചോണ്ട് പോണ്ടേ? എത്രയായി? അത് എല്ലാം കൂടി 560 രൂപയായി. പിന്നെ സാറായതുകൊണ്ട് ഒരു 460 രൂപ തന്നാ മതി. ഓഹോ, ഇരിക്കെ. ഈ കണക്കിന് പോയാൽ ഈ രാജ്യത്ത് മനുഷ്യരെങ്ങനെ ജീവിക്കും? സാധനങ്ങൾക്കൊക്കെ എന്ത് വിലക്കയറ്റാണെന്നറിയാം. എന്താ? ഒരു പന്തല് കെട്ടുന്നതിന് 560 രൂപ. ആകപ്പാടെ 4 ഓലയുടെയും 2 മുള്ളയുടെയും കാര്യമുള്ളൂ. വാവയ്ക്ക് ഓർമ്മയില്ലേ കഴിഞ്ഞ ആഴ്ച നമ്മുടെ പാർട്ടിയുടെ താലൂക്ക് സമ്മേളനത്തിന് ഞാനൊരു പന്തല് കെട്ടാൻ പറഞ്ഞത്? വാവയ്ക്ക് ഓർമ്മ കാണത്തില്ല. അതിന് എന്നെ പറ്റിക്കാൻ ഒക്കെയല്ല. ഞാൻ 460 രൂപയ്ക്ക് ഫിക്സ് ചെയ്തു. അതും കൊടുത്തിരി പണ്ടാരം പോട്ട്. സുഖേട്ടാ, ഹലോ, കണക്കൊക്കെ ശരിയാണല്ലോ? ഓക്കേ ഓക്കെ ഓക്കെ, ഇങ്ങ് വാ. ഈ രാഷ്ട്രീയക്കാരൻ ഓക്കെ പറയാൻ എന്ത് പാടാവേ അല്ലേ? സത്യം പറഞ്ഞ സുഖേട്ടനോട് എനിക്ക് അനുകമ്പയാ. സുഖേട്ടൻ എന്തുമാത്രം പാടുപെടുന്നു ഓരോ ആളുകളോട് ഓക്കെ പറയാൻ. ഇവരോടെല്ലാം ഓക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നോടൊരു ഓക്കെ പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഓക്കെ? എപ്പോ? ഇന്നെന്റെ പിറന്നാളാ. കണ്ണൂരിൽ നിന്ന് എന്തിനാ പിന്നെ രാത്രി 2 മണിക്ക് കയറി വന്നത്? അല്ല, ഏത് ഭർത്താവ് വരും? തിരക്കിട്ട പരിപാടികൾക്കിടയിലാണ് ഞാൻ വന്നത്. പക്ഷേ ഞാൻ അതിനു മുമ്പ് പാർട്ടി ഓഫീസിൽ പോയിട്ട് വരട്ടെ. അതെന്തിനാ? 1-2 ആളുകളോട് കൂടി ഓക്കെ പറയാനുണ്ട്. ഈ രാഷ്ട്രീയക്കാരൻ ഓക്കെ പറയുന്നതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട് ബാവേ. ബാവയ്ക്കറിയോ അത്? എനിക്കൊന്നും അറിഞ്ഞൂടേ. ശരി, എന്നാ പറഞ്ഞുതരാം. ഇപ്പോ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുമോന്നൊന്ന് ചോദിച്ചേ. ചോദിക്കേ. ഉണ്ണാൻ വരുമോ? ഓക്കെ, അതിന്റെ അർത്ഥം വന്നിരിക്കും. ഇനി ഒന്നുകൂടെ ചോദിച്ചേ. ചോദിക്കേ. ഉണ്ണാൻ വരുവോ? ഓക്കെ, ഒത്താ വരും. ഇനി ഒന്നുകൂടെ ചോദിച്ചേ. ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുവോ? ഓക്കെ, നിനക്ക് വേണേ വരാം. അപ്പൊ ഇപ്പൊ ഇതിൽ ഏതൊക്കെ എന്നോട് പറയാൻ പോണേ?
തിരുവനന്തപുരത്ത് ആർത്തി കെട്ടുന്നതിനെ കുറിച്ച് എന്നെ പഠിപ്പിക്കണ്ട. ഞാനിവിടെ ജനിച്ചു വളർന്നവനാ. ജനിച്ചിട്ട് എന്താ കാര്യം? കഴിഞ്ഞ പാർട്ടി പീരീഡത്തിന് താൻ എന്തുണ്ടാക്കി? അതൊന്നും താൻ അറിയേണ്ട കാര്യമില്ല. ഞാൻ സംസ്ഥാന കമ്മിറ്റിയെ ധരിപ്പിച്ചോളാം. നിങ്ങൾ ഇങ്ങനെ ബഹളം ഒരു തീരുമാനം. എന്തിനും എന്നെ തന്നെ കുറ്റം ഞാൻ. ഇന്ന് വാവയുടെ ബർത്ത്ഡേ 1 മണിക്ക് ഉണ്ണാൻ വീട്ടിലെത്തിക്കൊള്ളാമെന്ന് പറഞ്ഞാൽ ഞാൻ വന്നിരിക്കുന്നത്. പോയേ പറ്റൂ. എന്ന് പറഞ്ഞാ എങ്ങനെയാ? 3 മണിക്ക് മുമ്പ് മാറ്റർ പ്രസിൽ എത്തിക്കേണ്ടതാ. PS പോയ ആകെ കൊടയും. ഒരു കാര്യം ചെയ്യാം, ഞങ്ങളും കൂടി വരാം. ഊണും കഴിക്കാം, മാറ്ററും റെഡിയാക്കാം. ടീച്ചറിനെ കണ്ടിട്ടും കുറച്ച് ദിവസമായി. ഏതായാലും പനവിള ജംഗ്ഷനിലെ ആർച്ച് നമുക്ക് ഗംഭീരമാക്കണം. പനവിള ജംഗ്ഷനിലെ ആർച്ച് നിൽക്കില്ലെന്ന് കാറ്റ് പിടിക്കും. കിടന്ന് ചിലക്കാതെ ആദ്യം നമുക്ക് ഉണ്ണാന്നേ. എന്നിട്ടാ വാവേ ചോറോളമ്മ. ടീച്ചർ ഇവിടെ ഇരുന്ന ഫോൺ എന്ത്? അത് രാത്രി ഒരുപാട് ഫോൺ കോൾസ് വരുന്നോണ്ട് ബെഡ്റൂമിൽ വെച്ചിരിക്കുക. ഈ ബെഡ്റൂമിലൊക്കെ ഫോൺ എടുത്ത് വെച്ചാൽ ഞങ്ങൾക്ക് വലിയ അസൗകര്യമാണ്. ടീച്ചറേ 2 എക്സ്ട്രാ പ്ലേറ്റ് കൂടി.